ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കിട്ടില്ല സിമ്പിളായിട്ട് ഇപ്പോൾ കുക്കിങ്ങിൽ സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് കുരുകുരുന്ന് അരിഞ്ഞെടുക്കണം. കുരുകുരുന്ന് സ്ക്വയർ കട്ടായിട്ട് അരിയണം. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. മൂർച്ചയില്ലാത്തതാണെങ്കിൽ നമ്മൾ വലഞ്ഞു പോകും ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുരുകുരുന്ന് അരിഞ്ഞെടുക്കണം സ്ക്വയറായിട്ട്. ഇതിലിപ്പോൾ ഞാൻ ഒനിയൻ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കുരുകുരുന്ന് സവാള നമ്മൾ ജൂലിയൻ കട്ടായിട്ട് അരിയണം. നീളത്തിൽ ഇങ്ങനെ ഇതായിട്ട് അരിയണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, കറിക്കും ടേസ്റ്റ് കിട്ടും. അങ്ങനെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള ഡിഫറെൻറ്റ് ടൈപ്പിൽ അരിഞ്ഞാൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നമ്മൾ ഞാനിപ്പോൾ രണ്ടായിട്ട് പീസാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ചതച്ചാണ് എടുക്കേണ്ടത്. രണ്ടാക്കി പീസാക്കി നമ്മൾ എടുക്കണം. ശേഷം പൊട്ടറ്റോ നന്നായിട്ട് കുരുകുരുന്ന് അരിയണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ തലേ ദിവസത്തെ ഇറച്ചിയുടെ നെയ്യാണ് അത് തിളപ്പിച്ചെടുത്താണ്. അത് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുരുകുരുന്ന് അരിഞ്ഞ് ഉരുളക്കിഴങ്ങാണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ചതക്കോട്ടെ, ഇപ്പോൾ കണ്ടോ. അത് നമ്മൾ രണ്ടായിട്ട് പീസായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി എടുത്ത് നമ്മൾ ചതക്കണേണ്. ചതച്ച വെളുത്തുള്ളി അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റായി. അത് നമ്മൾ ഇട്ടിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിക്കുക. അതിന് ശേഷം കുക്കർ നൈസായിട്ട് അഴുതി. എൻ്റെ അമ്മാമ്മ ഉണ്ടാവും, അവിടെ ഉറപ്പുണ്ട്, കുഴപ്പമില്ല, 82 വയസ്സുണ്ട്, ഒരു കുഴപ്പമില്ല ആൾക്ക്, ഹാപ്പി ആയിട്ട് പോകണം. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം വലുപ്പം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം എൻ്റെ അമ്മ അവിടെ നിന്ന് എൻ്റെ ഫങ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോയി വന്നപ്പോൾ കുറച്ച് അപ്പവും ഇഷ്ടവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റാണ് അത്. എൻ്റെ അമ്മമ്മ കൊടുത്തു വിട്ടേന്ന് സ്നേഹം ഉള്ളതുകൊണ്ട് ഇത് കണ്ടിട്ട് അതൊക്കെ ഞാൻ കഴിച്ചിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ കുക്കറിലുള്ള സാധനം വെന്ത് കിട്ടി. പിന്നെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ കഴുകാണ്ട് ചെറുപ്പം കഴുകാനുണ്ടായിരുന്നു. അമ്മ ഒരു പണിയും ചെയ്യാനുണ്ടോ, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണോ. അതുകൊണ്ട് ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ ഒരു കയ്യിലാണ് എടുത്തത്. അതൊക്കെ ഇങ്ങനെ വെച്ച് അതിന് ശേഷം നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടാക്കാൻ വെക്കുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. എൻ്റെ അമ്മേൻ്റെ ചീത്ത പറഞ്ഞ് ഇത്തിരി വെളിച്ചെണ്ണ കൂടി പോയിട്ട് അതിന് കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കണം. എന്നാലേ അതിന് നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ, എന്നാലേ അതിന് ടേസ്റ്റ് കൂടുള്ളൂ. നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് അടിപൊളി. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവണ വരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തിട്ട് കറുപറ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ട് മൊരിഞ്ഞിടാതെ. എൻ്റെ അമ്മമ്മ വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കാണുന്നില്ല, വീഡിയോ എടുത്തപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു, ഇപ്പോഴാണ് കാണുന്നതെല്ലാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് സവാള മുരിഞ്ഞ് കിട്ടും. ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ സവാള അടിപൊളിയായിട്ട് മുരിഞ്ഞ് കിട്ടും. നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കറക്റ്റ് അളവ് ചെയ്യണം. ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം വേണം, നമുക്ക് എത്രത്തോളം എരിവ് വേണം, എത്രത്തോളം ഉപ്പ് വേണം, എത്രത്തോളം മസാല വേണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട ഒരു സംഭവമാണ് കറുകപ്പട്ട, ഗ്രാമ്പു സംഭവങ്ങളൊക്കെ നമ്മൾ ഇതായിട്ട് മുഴുവൻ മേടിച്ചിട്ട് അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ്. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് തലേ ദിവസത്തെ ബീഫ് കറിയുടെ കുറച്ച് ബീഫ് ബാക്കിയിരിപ്പുണ്ട്. അത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് ബാക്കിയിരുന്ന ബീഫാണ്, ഫ്രിഡ്ജിലിരിക്കുന്നതാണ്. അത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അതിന് ശേഷം അത് നന്നായിട്ട് നല്ല ആ എരിവിലോ മസാലയിലൊക്കെ പിടിച്ച് അങ്ങോട്ട് ഇതായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൊട്ടറ്റോ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക. ധാരധാരയായി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇപ്പം മിക്സ് ചെയ്യാം. ധാരധാരയായിട്ടൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ കാണിക്കണ കണ്ടേ, ഈ ക്യാമറയുടെ എനിക്കാണെങ്കിൽ വീഡിയോ ഞാൻ ആദ്യമായിട്ട് എടുക്കണം. എനിക്ക് എങ്ങനെയാണ് ഇതെങ്ങനെ എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാനിങ്ങനെ
ഒരു ഉള്ള ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ക്യാമറ ക്ലാരിറ്റി കുറവായിരിക്കും, ഒന്നും കാര്യം കൊണ്ട് കാര്യമില്ല, നമുക്ക് കറി ബെറ്റർ ആയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല പുക വറക്കണുണ്ടാവും. ഇതൊരു ടേസ്റ്റാണ്. ഇത് വെള്ളയപ്പത്തിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനാണ് കൂടുതലും ടേസ്റ്റ്. വെള്ളയപ്പം, പുട്ട്, അതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി സാധനമാണ് ഗായ്സ്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും ബീഫിൻ്റെയൊക്കെ സിമ്പിൾ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.